ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറേ ആയല്ലേ ബിരിയാണി റെസിപ്പീസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തേത് ചിക്കൻ 65 ബിരിയാണി. ഭയങ്കര ഒരു സ്പെഷ്യൽ ഫ്ലേവറുള്ള റൈസാണ് കേട്ടോ. കാരണം നമുക്ക് ഉള്ളി തക്കാളി സംഭവങ്ങളൊന്നും വഴറ്റി ടൈം കളയോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഭയങ്കര സിമ്പിളായിട്ട് ഡയറക്റ്റ് റൈസും ചിക്കനും ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് ഇതിനൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക് 65 മസാലയൊക്കെ റെഡിയാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ടൊക്കെ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് 1.5 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ അറിയാമല്ലോ ചിക്കൻ 65 കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. പക്ഷേ ഇത് ബിരിയാണിക്ക് ആയതുകൊണ്ട് ഞാൻ ഓവർ ചെറുതാക്കിയിട്ടില്ല കേട്ടോ. എന്നാലും ലെഗ് പീസൊക്കെ ഞാൻ ഫോട്ടോക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. ബാക്കി പീസൊക്കെ ചെറുതാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കളർ ഉണ്ടാവും. അടുത്തത് 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതായത് ക്യുമിൻ സീഡ് പൗഡറാണ്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 2 തണ്ട് കറിവേപ്പില ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ ഉണ്ടാകും. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ രണ്ടും കൂടി 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വലിയ സ്പൂണിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർക്കുക. എന്നിട്ട് കോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കുറവായിട്ട് തോന്നുന്നുണ്ട് ഇത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും കോൺഫ്ലോർ ഇട്ട് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് അത്യാവശ്യം ഒരു വലുപ്പമുള്ള നല്ല വലുപ്പമുള്ള ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും മസാല പിടിച്ച് കിട്ടണം. ഉപ്പ് പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കോൺഫ്ലോറിൻ്റെ അളവിലും വ്യത്യാസം വരുത്തണം. പിന്നെ ഒരുപാട് കോൺഫ്ലോർ ഓവറായിട്ട് ചേർക്കേണ്ട, കാരണം ഇത് ബിരിയാണിക്ക് ചെയ്യുന്നില്ലേ നമ്മൾ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിൽ അത്യാവശ്യം ചിക്കൻ്റെ ആ ഒരു ഈർപ്പുള്ളത് കൊണ്ട് തന്നെ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ടി വരില്ല കേട്ടോ. അഥവാ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ 1-2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തന്നെ ഇതുപോലെ മസാല റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. കോട്ടിങ്ങൊക്കെ എൻ്റെ കറക്റ്റ് അളവാണ് കേട്ടോ, കോൺഫ്ലോറിൻ്റെ ഒക്കെ അളവ്. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിന് മേലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അത്ര നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി കേട്ടോ ഒരു അരമണിക്കൂറോളം. ഒരു മിനിറ്റ്, ആരും സ്കിപ്പ് ചെയ്ത് പോയല്ലേ കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നൊരു കാര്യം പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ മക്കളുടെ ഓണം എക്സാം കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഒരുപാട് പാരൻസിന് ഇപ്പോഴും ടെൻഷൻ ഉണ്ടാകും. കാരണം ഓരോ സബ്ജക്റ്റിൽ ചില മക്കൾ വീക്കായിരിക്കും, ചിലപ്പം ക്ലാസ്സിൽ തന്നെ ബാക്കൗട്ടായിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ മക്കളെയും ഒരുപോലെ മുന്നോട്ടേക്ക് കൊണ്ടുവരണ്ടേ. അതിന് പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. സ്റ്റഡി റൂം ഓൺലൈൻ ഇൻഡിവിജ്വൽ കൺസെപ്റ്റാണ് കേട്ടോ, ട്യൂഷൻ കൺസെപ്റ്റ്. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് 1-to-1 ടീച്ചിങ്, അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റാണ്. എനിക്ക് മെയിനായിട്ട് ഇവരുടെ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇവർ ഫ്രീ ആയിട്ട് ഒരു ഡെമോ ക്ലാസ് വെക്കുന്നുണ്ട്. മൊത്തത്തിൽ ഫീസും കാര്യങ്ങളും ഫ്രീ ആണ്. ആ ഡെമോ ക്ലാസ്സിലൂടെ നമ്മുടെ കുട്ടികളുടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മുടെ കുട്ടികൾ ഏതിലാണോ, ഏത് സബ്ജക്റ്റിലാണോ, ടോട്ടലി ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ ഏതിലാണോ ബാക്കൗട്ടായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ ഇവർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. എങ്ങനെയാണോ നമ്മുടെ മക്കൾക്ക് ഏത് ടൈപ്പ് ക്ലാസ്സസാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഡെമോ ക്ലാസ് മൊത്തത്തിൽ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇവരെല്ലാ സിലബസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ICSE, CBSE, കേരള സിലബസ് എല്ലാത്തിലും ഡെമോ ക്ലാസ് എടുത്തിട്ട് തന്നെയാണ് ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് 1.25 മണിക്കൂറാണ് കേട്ടോ ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളുടെ ടൈം, നമ്മുടെ നമ്മളുടെ പാരൻസിൻ്റെയും ടൈം നോക്കിയിട്ടാണ് ഇവർ ഏത് ടൈമിലാണോ ക്ലാസ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ സ്കൂൾ ഓറിയൻറ്റഡ് LKG മുതൽ +2 വരെയാണ് കേട്ടോ ഇവർ കുട്ടികൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഖുർആൻ ക്ലാസ്സും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പാരൻസിനായിരിക്കും ടെൻഷൻ തന്നെ വേണ്ട. പിന്നെ എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, മറ്റുള്ള ഓൺലൈൻ കുറേ ടൈപ്പ് ക്ലാസ്സസ് ഉണ്ടല്ലോ, അപ്പോൾ
അതിലൊക്കെ ഫീസ് വളരെ കുറവായിട്ട് തോന്നി കേട്ടോ. അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് മൊത്തത്തിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ ആവാനാവും 1-2 മാസം കഴിഞ്ഞാൽ. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ മക്കളെ മുന്നോട്ടേക്ക് എല്ലാ മക്കളെയും ക്ലാസ്സിൽ ഒരേ ലെവലിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ അതിന് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ സ്റ്റഡി റൂം ഇൻഡിവിജ്വൽ ട്യൂഷൻ കൺസെപ്റ്റ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് 3 സവാളയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോന് അരിയും 1.5 കിലോ ചിക്കൻ വെച്ചിട്ടുള്ള അളവാണ് കാണിക്കുന്നത്. 3 സവാള ഇതുപോലെ നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈ ഒരു സവാള ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. വേറെ നമുക്കിതിലേക്ക് സവാള വഴറ്റിയെടുക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാനിലേക്ക് കുറച്ചധികം തന്നെ ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് നെയ്യില്ല, നമ്മുടെ മിൽമ നെയ്യോ RKGയോ അങ്ങനത്തെ ഏതെങ്കിലും പശുവിൻ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. നല്ല ഫ്ലേവർ ഉണ്ടാവട്ടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സവാളയ്ക്ക്. അപ്പോൾ എണ്ണ നമ്മൾ ഇതിൽ തന്നെയാണ് കേട്ടോ ചിക്കനും കൂടി ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് അധികമായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള സവാള കൈകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് അടർത്തി ഇട്ട് കൊടുക്കുമല്ലോ, അങ്ങനെ ആക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. നോർമൽ നമ്മൾ ബിരിയാണിക്ക് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, അതേ സ്റ്റെപ്പ് തന്നെ ആയിട്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ, അപ്പോൾ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. ഒരുപാട് കറുപ്പിക്കാൻ വേണ്ടി നിൽക്കേണ്ട, അപ്പോൾ ഭയങ്കര കരിവ് ഫ്ലേവർ വരും. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. എനിക്ക് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സവാള മൊത്തത്തിൽ ഫ്രൈ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ സെയിം എണ്ണയിലേക്ക് ഒരു 4-5 പച്ചമുളക് നീളത്തിൽ കീറിയതും ഒരു 3-4 തണ്ട് കറിവേപ്പിലും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ഇത് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു എണ്ണയ്ക്ക് മൊത്തത്തിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. ഇങ്ങനെ ചിക്കൻ 65 ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ, എങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സെയിം എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ചിട്ടില്ല 1/2 മണിക്കൂർ മുന്നേ, ആ ചിക്കൻ മൊത്തത്തിൽ എത്രത്തോളം പാനിൽ കൊള്ളുന്നോ അതിനനുസരിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം കൂട്ടി വെച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ കോൺഫ്ലവർ ഒക്കെ ചേർത്തതുകൊണ്ട് എങ്കിലേ സെറ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കോട്ടിംഗ് ഒക്കെ മൊത്തത്തിൽ പോയി പോവും. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് സ്പൂണിട്ട് ഇളക്കാനോ ഒന്നും പാടില്ല കേട്ടോ. കുറച്ച് സമയം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഏകദേശം 1-2 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം അങ്ങ് കോട്ടിങ്ങൊക്കെ സെറ്റായി അവിടെ ഉറച്ച് നിന്ന് കണ്ടാൽ മാത്രം തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ട് സൈഡും അതേപോലെ 1-2 മിനിറ്റോളം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഫിനിഷിങ്ങിലും കോട്ടിംഗ് ഒന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് പലരും ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പണി കിട്ടാൻ ചാൻസ് ഉള്ള കാര്യമാണ് അത്. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇത് ഇടയ്ക്കിടെ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉൾഭാഗം പച്ച ചിക്കനല്ലേ വേവിക്കാതെ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ നിന്ന് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള അത് ഞാൻ നേരത്തെ സ്ട്രെയിനറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടേനു. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ മൊത്തത്തിൽ പോയി നല്ല ക്രിസ്പായി വന്നു കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് നല്ല ക്രിസ്പായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ പൊടിക്കണം, എങ്കിൽ നല്ലപോലെ പൊടിഞ്ഞ് ഒന്ന് ഒതുങ്ങി കിട്ടും. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് അവിടെ മാറ്റി വെക്കുക കേട്ടോ. നമുക്ക് ദം ചെയ്യുന്ന സമയത്താണ് ഇത് ആവശ്യമുള്ളൂ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കനും മൊത്തത്തിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ക്രിസ്പായിട്ട് പുറങ്ങാൻ ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല മൊരിഞ്ഞിരിക്കുന്നില്ലേ. അപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കണേ, എന്നിട്ട് കോരിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇനി ഒരു 2 ബാച്ചും കൂടി ഉണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതും കൂടി മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ 1 കിലോ റൈസിലേക്കുള്ള അളവാണ് ഞാൻ ഈ ഒരു സോസിൻ്റെ പറയുന്നത്. ആദ്യം തന്നെ 1 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഓവർ പുളിയുള്ളതൊക്കെ ആണെങ്കിൽ 1/4 കപ്പൊക്കെ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരുപാട് കൂടണ്ടേ, അപ്പോൾ ടേസ്റ്റ് വളരെ വ്യത്യാസം വരും. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അത്യാവശ്യം വേണമെങ്കിൽ ആ ഒരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. പിന്നെ പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയിലയും പുതിനയിലയും രണ്ടും കൂടി 3 ടേബിൾ സ്പൂൺ അങ്ങനെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ, കാരണം നമ്മൾ റൈസിലൊക്കെ ഉപ്പ് ചേർക്കും, എങ്കിലും കുറച്ച് മതി കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഇത്രയും ഇതാണ് നമ്മുടെ റൈസിന് മൊത്തത്തിൽ ടേസ്റ്റ് കൊടുക്കുന്നൊരു സോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതും കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റൈസ് കുക്ക് ചെയ്ത് വെക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 65 ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് 1 കിലോ അരി എടുത്തിട്ടുണ്ട്. ഞാൻ ജീരകശാല അരി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനെ കൊണ്ട് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും. പിന്നെ ഇത് ഇഷ്ടമില്ല മന്തിയുടെ മറ്റേ സെല്ല ബസ്മതി റൈസ് ഇല്ലേ, അതാ ഇഷ്ടമുണ്ടെങ്കിൽ അത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് 1 കിലോ അരി എന്ന് പറയുന്നത് എൻ്റെ 250 ml മെഷറിംഗ് കപ്പിൽ 5 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു അരി ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ റൈസ് വേവിക്കാൻ സമയത്ത് വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് മാത്രം ഇത് കഴുകി വെച്ചാൽ മതി കേട്ടോ. ഈ ഒരു അരി മുന്നേ കഴുകി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നെയ്യുടെയൊക്കെ അളവ് നിങ്ങൾക്ക് വ്യത്യാസം വരുത്തായിട്ട്, കാരണം നമ്മൾ നേരത്തെ തൈരിൻ്റെ മിക്സിലൊക്കെ ചേർത്തതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വെക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 4-5 ഏലക്കായ, ഒരു 3-4 പീസ് കുഞ്ഞു പീസ് അളവിൽ പട്ട, ഒരു 5-6 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1.25 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി പേസ്റ്റോ ചതച്ചതോ 1.25 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടുമല്ലോ, അതുവരെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് വഴറ്റിയെടുക്കുക. അങ്ങനെ നന്നായിട്ട് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ പുതിനയിലയും അതിൻ്റെ കുറച്ച് കുറവായിട്ട് മല്ലിയിലയും കൂടി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയിലയുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഈ ഒരു റൈസിന്. അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 10 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 കിലോ 5 കപ്പ് അരിയല്ലേ എടുത്തത്, അപ്പോൾ അതിൻ്റെ നേരെ ഡബിളാണ് കേട്ടോ ഞാൻ എടുക്കുന്ന അരിക്ക് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. ചില അരിക്ക് ഒരു 1.5 കപ്പൊക്കെ മതിയാകും, 1.25 കപ്പൊക്കെ മതിയാകും. അത് നിങ്ങൾ ഓരോരുത്തർ എടുക്കുന്ന അരി നോക്കിയിട്ട് ചെയ്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കേടിൻ്റെ മിക്സിലും കൂടി ചേർത്തതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കുക. വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് വേണം കേട്ടോ നമ്മൾ അരി കഴുകി എടുക്കിട്ട് ഊറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ മുന്നേ ജീരകശാല അരി ആയതുകൊണ്ട് തന്നെ മുന്നേ കുതിർത്ത് വെക്കേണ്ട ആവശ്യം, ഊറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ വെള്ളം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ തിളക്കണം കേട്ടോ. അതിനുശേഷം മാത്രം അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ട് അരി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിളക്കാൻ തുടങ്ങുമല്ലോ, ഒരു സമയത്ത് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ആദ്യം തന്നെ വെള്ളം ഒന്ന് വറ്റുന്നവരെ തിളപ്പിച്ചെടുക്കുക. ഗീ റൈസ് വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, ഗീ റൈസ് വെക്കുന്ന പോലെ തന്നെ. എന്നിട്ട് അതിനെ ദം ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. പരിപാടി സിമ്പിളാണ്. അങ്ങനെ ഇത് കുറച്ച് ടൈം കഴിയുമ്പോൾ കണ്ടില്ലേ നമ്മുടെ വെള്ളമൊക്കെ ഒന്നങ്ങ് വറ്റി വന്നിട്ടുണ്ട്. എന്നാലും മുകൾ ഭാഗം ചെറിയ ഈർപ്പമില്ലേ, ഈ ഒരു രീതിയിൽ തന്നെ വെള്ളം കിട്ടണം കേട്ടോ. ഓവർ ഡ്രൈ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ അരി വെന്ത് കിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ സൈഡും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് കൊടുത്ത് ഫ്ലെയിം കുറച്ച് വെക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള അരി വെന്ത് കിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ ഗീ റൈസ് റെഡിയായി കേട്ടോ. ഭയങ്കര ഫ്ലേവർ ആയിട്ട് ഈ ഒരു ഗീ റൈസ് തനിയെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പുതിനയിലയുടെയൊക്കെ ഫ്ലേവർ വന്നിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടോടെ ദം ചെയ്യാം.
അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റൈസ് നേരെ പകുതി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വേറെ പാത്രം എടുക്കുകയൊന്നും ചെയ്യേണ്ട, ഇതിൽ തന്നെ ദം ചെയ്യാനുള്ളതാണ്. സാധാരണ ബിരിയാണി പോലെ ഒരുപാട് അങ്ങനെ ദം ചെയ്യേണ്ട പരിപാടിയൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇത് നേരെ പകുതിയോളം ഞാൻ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഇല്ലേ, അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ പതുക്കെ, ചോറൊന്നും കുഴഞ്ഞു പോകാതെ. കാരണം ആ ഒരു ക്രീം പോലത്തെ സോസ് ആയതുകൊണ്ട് ചോറിൽ ഇതായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഒന്ന് പതുക്കെ ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവാളയില്ലേ, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ബാക്കിയുള്ള സോസ് മൊത്തത്തിലായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പകുതി ചോറില്ല, അതും കൂടി മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം സാഫ്രോൺ മിൽക്കോ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ മഞ്ഞൾ കലക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒട്ടും തന്നെ നിർബന്ധമില്ല, അവിടെ ഇവിടെയൊക്കെ ഒരു യെല്ലോ ടച്ച് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് മൊത്തത്തിലായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് ടൈം വെക്കേണ്ട, സാധാരണ ബിരിയാണി പോലെ. ആ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു കേടിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് സെറ്റായി കിട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനിനി അടുപ്പ് തുറന്ന് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 5-6 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം സെർവ് ചെയ്താൽ മതി. എങ്കിൽ ആ ഒരു സമയം കൊണ്ട് സെറ്റായിട്ട് കിട്ടിക്കോളും ടേസ്റ്റ്. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കാണ് നല്ല മണവും ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ പാത്രം വലിപ്പം കുറവില്ലേ, അതുകൊണ്ട് തന്നെ ചിക്കൻ സെപ്പറേറ്റിങ് എടുത്ത് മാറ്റിയിട്ട് മന്തി മിക്സ് ചെയ്യുന്ന പോലെ, മന്തിയുടെ റൈസൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളത് വലിയ പാത്രമൊക്കെ ആണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചങ്ങ് പതുക്കെ മിക്സ് ചെയ്താൽ മതി കേട്ടോ, ചിക്കനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ. അപ്പോൾ ഇതുപോലെ റൈസൊക്കെ കണ്ടില്ല, നല്ല പതുക്കെ മിക്സ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ ഈ ഒരു റൈസിന്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു പുതിനയുടെ ഫ്ലേവറൊക്കെ വരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ. എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കും, ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. എന്തായാലും ഫ്ലോപ്പ് ആയില്ല. അപ്പോൾ ഞാൻ ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പ്ലേറ്റിൽ നല്ല ഭംഗിയില്ല കാണാൻ. ചിക്കൻ ഇങ്ങനെയാണ് കേട്ടോ പൊതുവേ ഈ ഒരു ചിക്കൻ 65 ബിരിയാണിക്ക് സെർവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്